Good afternoon, dear friends. Now we are discussing about the chapter colloids. ഇനി നമ്മൾ കൊളോയിഡ്സിൻ്റെ ഇലക്ട്രോ കൈനറ്റിക് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ രണ്ട് ഇലക്ട്രോ കൈനറ്റിക് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ഇലക്ട്രോഫോറസിസ് ആൻഡ് ഇലക്ട്രോ ഓസ്മോസിസ്. Since the solid particles and the liquid medium carry opposite charges, when an electric field, the particles and the liquid will migrate on opposite directions. സോളിഡ് പാർട്ടിക്കിളിനും ലിക്വിഡ് മീഡിയത്തിനും ഓപ്പോസിറ്റ് ചാർജാണുള്ളതെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പാർട്ടിക്കിൾസും ലിക്വിഡ് മീഡിയവും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ ആൻ എക്സ്പെരിമെൻറ്റ്സ് പാർട്ടിക്കിൾ ക്യാൻ മൂവ് ബട്ട് നോട്ട് ദ മീഡിയം, ദാറ്റ് ഈസ് ഇലക്ട്രോഫോറസിസ്. പാർട്ടിക്കിളിന് മൂവ് ചെയ്യാൻ പറ്റുന്നത് പോലെയും മീഡിയത്തിനെ സ്റ്റേഷനറി ആക്കി വെച്ചപ്പോൾ അവിടെ ഇലക്ട്രോഫോറസിസ് നടക്കുന്നു. മീഡിയം ക്യാൻ മൂവ് ബട്ട് നോട്ട് ദ പാർട്ടിക്കിൾസ്, ദാറ്റ് ഈസ് ഇലക്ട്രോ ഓസ്മോസിസ്. മീഡിയത്തിന് മൂവ് ചെയ്യാൻ പറ്റും, പക്ഷേ പാർട്ടിക്കിളിന് മൂവ് ചെയ്യാൻ പറ്റില്ല. അതിനെ ഇലക്ട്രോ ഓസ്മോസിസ് എന്ന് പറയുന്നു. ഇനി നമുക്ക് ഇലക്ട്രോഫോറസിസ് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇലക്ട്രോഫോറസിസ് ഈസ് എ ഫിസിക്കൽ മെത്തേഡ് ഓഫ് അനാലിസിസ് which involves separation of the compounds that are capable of acquiring electric charge in conducting electrodes. ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ മെത്തേഡാണ്. കണ്ടക്റ്റിംഗ് ഇലക്ട്രോഡ്സിൽ ഇലക്ട്രിക് ചാർജ് അക്വയർ ചെയ്യാൻ കഴിവുള്ള കോമ്പൗണ്ട്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇലക്ട്രോഫോറസിസ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോഫോറസിസ് മേ ബി ഡിഫൈൻഡ് ആസ് ദ മൈഗ്രേഷൻ ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ ത്രൂ എ സൊല്യൂഷൻ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസ് വഴി ഒരു സൊല്യൂഷനിലൂടെ ചാർജ്ഡ് പാർട്ടിക്കിൾസ് മൈഗ്രേറ്റ് ചെയ്യുന്നതിനെ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നു. Ions that are suspended between two electrodes tends to travel towards the electrodes that bears opposite charges. രണ്ട് ഇലക്ട്രോഡ്സിനിടയിൽ അയൺസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നെങ്കിൽ ആ അയൺസ് അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് ക്യാരി ചെയ്യുന്ന ഇലക്ട്രോഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, പോസിറ്റീവ് ചാർജ് ക്യാരി ചെയ്യുന്ന അയൺ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയ ഇലക്ട്രോഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇലക്ട്രോഫോറസിസിൻ്റെ അപ്പാരറ്റസും വർക്കിങ്ങും പഠിക്കാം. ഈ അപ്പാരറ്റസ് ഉപയോഗിച്ചിട്ടാണ് ഇലക്ട്രോഫോറസിസ് പഠിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു യു ഷേപ്ഡ് ട്യൂബ് ഉണ്ട്, ഫണൽ ഷേപ്ഡ് റിസർവോയർ ഉണ്ട്, ഒരു സ്റ്റോപ്പ് കോക്ക് ഉണ്ട്. ഈ സ്റ്റോപ്പ് കോക്കാണ് യു ഷേപ്ഡ് ട്യൂബിനെയും ഫണൽ ഷേപ്ഡ് റിസർവോയറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ യു ഷേപ്ഡ് ട്യൂബിൽ നമ്മൾ വാട്ടർ പ്ലേസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഫണൽ ഷേപ്ഡ് റിസർവോയറിൽ സോളും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വാട്ടറിലേക്ക് നമ്മൾ രണ്ട് പ്ലാറ്റിനം ഇലക്ട്രോഡ്സ് ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ സ്റ്റോപ്പ് കോക്കിനെ ഒന്ന് ചെറുതായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ, അതായത് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഫണൽ ഷേപ്ഡ് റിസർവോയറിനെ നമ്മളൊന്ന് ചെറുതായിട്ട് ഉയർത്തുക. അപ്പോൾ ഈ ഫണൽ ഷേപ്ഡ് റിസർവോയറിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന സോള് ഈ യു ഷേപ്ഡ് ട്യൂബിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ യു ഷേപ്ഡ് ട്യൂബിൽ നമ്മൾ വാട്ടർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാട്ടറിൻ്റെ ബൗണ്ടറി ലെവൽ ഉയരും. അതാണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. രണ്ട് ഷാർപ്പ് ബൗണ്ടറി ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് യു ഷേപ്ഡ് ട്യൂബിൻ്റെ രണ്ട് ആംസിലും ഷാർപ്പ് ബൗണ്ടറി പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഈ കാണുന്നത്. പിന്നെ നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് വിചാരിക്കുക, സോൾ പാർട്ടിക്കിൾ നെഗറ്റീവ്ലി ചാർജ്ഡ് സോൾ പാർട്ടിക്കിൾ ആണെന്ന് വിചാരിക്കുക. നെഗറ്റീവ്ലി ചാർജ്ഡ് സോൾ പാർട്ടിക്കിളിന് എക്സാമ്പിൾ ഏതാ? ആഴ്സനിക് സൾഫൈഡ് ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് സോൾ പാർട്ടിക്കിളാണ്. അപ്പോൾ ആഴ്സനിക് സൾഫൈഡ് ആണ് ഈ ഫണൽ ഷേപ്ഡ് റിസർവോയറിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ഈ സ്റ്റോപ്പ് കോക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഫണൽ ഷേപ്ഡ് റിസർവോയറും ചെറുതായിട്ട് ഉയർത്തുക. എന്നിട്ട് അന്നേരം ഈ സോൾ പാർട്ടിക്കിൾ യൂട്യൂബിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പം നമ്മൾ ഇവിടെ കാണുന്ന ഇലക്ട്രോഡിൽ 50 മുതൽ 200 വരെ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സോൾ പാർട്ടിക്കിൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയതുകൊണ്ട് അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയ ഇലക്ട്രോഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് സോൾ പാർട്ടിക്കിൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ നേരത്തെ നമ്മൾ കണ്ടിരുന്ന രണ്ട് ഷാർപ്പ് ബൗണ്ടറി, അപ്പോൾ ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡിൻ്റെ ഭാഗത്തുള്ള ആ ഷാർപ്പ് ബൗണ്ടറി മുകളിലേക്ക് റൈസ് ചെയ്യും. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? നെഗറ്റീവ്ലി ചാർജ്ഡ് ആയ ഇലക്ട്രോണിൻ്റെ സ്ഥാനത്തെ ബൗണ്ടറി എങ്ങോട്ട് പോകും? താഴോട്ട്. ആ ബൗണ്ടറി ലെവൽ താഴോട്ട് പോകും. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് മനസ്സിലാക്കാം? അയൺസിൻ്റെ ചാർജിൻ്റെ ഓപ്പോസിറ്റ് ചാർജുള്ള ഇലക്ട്രോഡിലേക്ക് ആ അയൺസ് മൈഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ അയണിൻ്റെ ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിലേക്ക് അത് മൈഗ്രേറ്റ് ചെയ്തു. അപ്പോൾ അവിടുത്തെ ബൗണ്ടറി ലെവൽ ഉയർന്നു.
അപ്പോൾ എന്താണ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡിൻ്റെ സ്ഥാനത്ത് ബൗണ്ടറിയുടെ ലെവൽ താഴേക്ക് വന്നു. അപ്പോൾ ഇത്രയാണ് ഈ ഇലക്ട്രോഫോറസിസിൻ്റെ അപ്പാരറ്റസും വർക്കിങ്ങും. പിന്നെ നമുക്ക് ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ മൈഗ്രേഷൻ്റെ റേറ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിന് ഇലക്ട്രോഫോററ്റിക് മൊബിലിറ്റി എന്ന് പറയുന്ന ഇലക്ട്രോഫോററ്റിക് മൊബിലിറ്റിയുടെ ടേമിലാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇലക്ട്രോഫോററ്റിക് മൊബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, യൂണിറ്റ് ഫീൽഡ് സ്ട്രെങ്ത്തിൽ ഉണ്ടാവുന്ന മൈഗ്രേഷൻ്റെ റേറ്റിനെയാണ് നമ്മൾ ഇലക്ട്രോഫോററ്റിക് മൊബിലിറ്റി എന്ന് പറയുന്നത്. The different components in a mixture will have different electrophoretic mobilities and hence they can be separated. ഒരു മിക്സ്ചറിലെ ഡിഫറൻറ്റ് കമ്പോണൻസിന് ഡിഫറൻറ്റ് ഇലക്ട്രോഫോററ്റിക് മൊബിലിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. മിക്സ്ചേഴ്സ് ഓഫ് അമിനോ ആസിഡ്സ്, പ്രോട്ടീൻസ് ആൻഡ് ന്യൂക്ലിയോടൈഡ്സ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ദെയർ മൈഗ്രേഷൻ ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. മിക്സ്ചേഴ്സ് ഓഫ് അമിനോ ആസിഡ്സ്, പ്രോട്ടീൻസ്, ന്യൂക്ലിയോടൈഡ്സ് ഇവയൊക്കെ അവയുടെ ഇലക്ട്രിക് ഫീൽഡ് മൈഗ്രേഷൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഇലക്ട്രോ ഓസ്മോസിസ് എന്താണ്. ഇലക്ട്രോ ഓസ്മോസിസിനെ നമുക്ക് ഇലക്ട്രോ എൻഡോസ്മോസിസ് എന്നും പറയാം. The movement of dispersion medium under the influence of an electric field keeping the dispersed phase stationary is called electro-osmosis. ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസിൽ ഡിസ്പേർഷൻ മീഡിയത്തിനുണ്ടാകുന്ന മൂവ്മെൻറ്റിനെയാണ് ഇലക്ട്രോ ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഇതിൽ ഡിസ്പേഴ്സ് ഫേസ് സ്റ്റേഷനറി ആയിരിക്കും. കൊളോയിഡൽ സിസ്റ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. കൊളോയിഡൽ സിസ്റ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. കോൺസിക്വൻ്റ്ലി ലോജിക്കൽ ടു കൺക്ലൂഡ് ദാറ്റ് ദ ചാർജ് ഓഫ് ഡിസ്പേഴ്സ് ഫേസ് മസ്റ്റ് ബി ബാലൻസ്ഡ് ബൈ ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് ഓൺ ദ ഡിസ്പേർഷൻ മീഡിയം. ഇതിനെ നമുക്ക് ലോജിക്കലായിട്ട് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? ഡിസ്പേഴ്സ് ഫേസിൻ്റെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കും ഡിസ്പേർഷൻ മീഡിയത്തിനുണ്ടായിരിക്കും. അതുകൊണ്ട് ഈ കൊളോയിഡൽ സിസ്റ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. ഹിയർ ദ മൂവ്മെൻറ്റ് ഓഫ് ഡിസ്പേർഷൻ മീഡിയം occurs towards one of the electrodes in an electric field and solid dispersed particle remains stationary. ഇവിടെ ഡിസ്പേർഷൻ മീഡിയം ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ സോളിഡ് ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾ അവിടെ സ്റ്റേഷനറി ആയിരിക്കുന്നു. ഇലക്ട്രോ ഓസ്മോട്ടിക് ഫ്ലോ ഈസ് മോസ്റ്റ് എസെൻഷ്യൽ കമ്പോണൻ്റ് ഇൻ കെമിക്കൽ സെപ്പറേഷൻ ടെക്നിക്സ്. കെമിക്കൽ സെപ്പറേഷൻ ടെക്നിക്സിൻ്റെ ഒരു എസെൻഷ്യൽ കമ്പോണൻ്റാണ് ഇലക്ട്രോ ഓസ്മോട്ടിക് ഫ്ലോ. Electro-osmotic flow can occur in natural unfiltered water as well as buffered solution. നാച്ചുറൽ അൺഫിൽറ്റേർഡ് വാട്ടറിലും ബഫേർഡ് സൊല്യൂഷനിലും ഇലക്ട്രോ ഓസ്മോട്ടിക് ഫ്ലോ നടക്കുന്നു. ഇത് ഇലക്ട്രോ ഓസ്മോസിസ് പഠിക്കാനുള്ളൊരു സിമ്പിൾ അപ്പാരറ്റസ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ കമ്പാർട്ട്മെൻറ്റ് എയിലാണ് കൊളോയിഡൽ സിസ്റ്റം പ്ലേസ് ചെയ്തിരിക്കുന്നത്. കമ്പാർട്ട്മെൻറ്റ്സ് ബിയിലും സിയിലും വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഡയാലൈസിങ് മെംബ്രെയിൻസായ എം ആൻഡ് എം ഡാഷ് ഉപയോഗിച്ച് കമ്പാർട്ട്മെൻറ്റിനെ എയിൽ നിന്നും ബിയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇതാണ് സെൻട്രൽ കമ്പാർട്ട്മെൻറ്റ് എ, ഇത് ബി, ഇത് സി. അപ്പോൾ ഈ സെൻട്രൽ കമ്പാർട്ട്മെൻറ്റ് എയിലാണ് കൊളോയിഡൽ സിസ്റ്റം പ്ലേസ് ചെയ്തിരിക്കുന്നത്. ബി ആൻഡ് സി കമ്പാർട്ട്മെൻറ്റിൽ വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ കാണിച്ചിട്ടുണ്ട്, വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കമ്പാർട്ട്മെൻറ്റ് എയിനെ ബിയിൽ നിന്നും സിയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് ഒരു ഡയാലൈസിങ് മെംബ്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഇത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് എം ആൻഡ് എം ഡാഷ്. പിന്നെ ഈ കമ്പാർട്ട്മെൻറ്റ് ബിയിലെയും സിയിലെയും വാട്ടർ സൈഡ് ട്യൂബായ ടി ആൻഡ് ടി ഡാഷിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. ഇതാണ് ടി, ഇത് ടി ഡാഷ്. ബി ആൻഡ് സി കമ്പാർട്ട്മെൻറ്റ്സിലുള്ള മെംബ്രെയിൻസിനോട് ക്ലോസ് ആയിട്ടാണ് ഇലക്ട്രോഡ്സ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതിലൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോൾ വാട്ടർ മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പാർട്ടിക്കിളിന് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ വാട്ടറിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഇത് ആനോഡിലേക്ക് മൂവ് ചെയ്യും. ടി എന്ന സൈഡ് ട്യൂബിലെ വാട്ടർ ലെവൽ റൈസ് ചെയ്യുന്നു. അപ്പോൾ പാർട്ടിക്കിളിന് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ വാട്ടർ പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പോൾ അത് കാഥോഡിലേക്ക് മൂവ് ചെയ്യും. ടി ഡാഷ് എന്ന സൈഡ് ട്യൂബിലെ വാട്ടർ ലെവൽ റൈസ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഇലക്ട്രോ ഓസ്മോസിസിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.